എടാ സന്ധ്യയല്ലേ പോകുന്നത്? ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ, നീ നോക്കിക്കോ. ആദിയുഷ സന്ധ്യ പൂത്തതെവിടെ? പോടാ. ഓ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. നീ ഇതൊരു വിട്ടില്ലേത്? വിടാനോ? അയാൾക്കിട്ട് ഞാൻ കൊടുക്കണ്ടേ? ഗോപു സാറിനെ പറഞ്ഞിട്ടെന്താ? മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത് വാനരനാണെന്ന് നീ അല്ലാതെ ആര് പറയും? ഉച്ചക്ക് ഏഞ്ചലീന നിന്നെ വിളിച്ചത് കേട്ടില്ലേ? വാനരന്ന്. അവള് പെണ്ണായി പോയി, ഇല്ലെങ്കിൽ ഞാൻ അവളെ കാണിച്ചു കൊടുത്തേനെ. പക്ഷെ ഒരു കാര്യം സത്യ, ഗോപു മാഷ് തന്നെ കേട്ട പേര് കലക്കി, വാനരൻ. ഞാൻ വിളിക്കുന്നൊന്നുമില്ല. പക്ഷെ സ്കൂളിൽ എത്ര പേരുടെ വാടകയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും? വിളിക്കുന്നവരൊക്കെ വിളിക്കട്ടെ, ഏതായാലും ഈ സ്കൂളിൽ നിന്ന് പോകുന്നവരല്ലേ ഉള്ളൂ. ആര് പറഞ്ഞു? നീ ചേരുന്ന ഏതെങ്കിലും കോളേജിൽ ഈ സ്കൂളിൽ ആരെങ്കിലും ഉണ്ടായ പോരെ? പിന്നെ ഇന്നത്തെ കാലമല്ലേ, സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലൂടെ നീയാണ് വാണരെന്ന് ലോകം മുഴുവനും അറിയും. ഫേസ്ബുക്കിൽ വാണരൻ, ട്വിറ്ററിൽ വാണരൻ. നാളെ നീ ഫ്ലോറിഡയിലെ ഗവർണർ ആയാൽ വാർത്ത എങ്ങനെയായിരിക്കും? വാണരൻ ഫ്ലോറിഡ ഗവർണർ. ഇനി രക്ഷയില്ല മോനെ. േടാ, ആൾതാമസമില്ലാത്ത വീട് വിൽക്കാൻ ടൗണിൽ അതിന്റെ ഓണർ ശ്രമിക്കുന്നുണ്ട്. അവിടെ നടക്കുന്ന ഒരു കുഞ്ഞു അറിയാൻ പോകുന്നില്ല. അഥവാ വല്ല ശബ്ദവും കേട്ടാൽ തന്നെ വല്ല പ്രേതമാണെന്ന് വിചാരിച്ച ആരും ആ ഭാഗത്തേക്ക് പോകില്ല. മതിയടാ കണ്ടത്, വാടാ. Then see you tomorrow. See you. വാണരാ. വാനര എടാ അതങ്ങോട്ട് തന്നേ. എടാ ഇത് ഇന്നത്തെ ന്യൂസ് പേപ്പറാണോ?
അതിലൊരു ഫോൺ നമ്പർ ഉണ്ടായിരുന്നല്ലോ. ഇതല്ലല്ലോ അത്. എന്തേ ഇന്നത്തെ പേപ്പർ എന്തേ? പപ്പ ഞാനെടുത്തില്ല. അതിനി അവിടെ പോയി തപ്പാനാ? ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. അങ്കിളുടെ മോളുടെ കല്യാണത്തിന് പോയിരിക്കുക അമ്മ. ഇപ്പൊ വീട്ടിൽ എത്തി കാണും. ഈ സജി വിളിച്ചില്ലല്ലോ ഇതുവരെ. നീ എന്താ ആലോചിക്കുന്നേ? ചുമ്മാ ഓർത്തുപോയി നമ്മൾ അന്ന് ആദ്യം കണ്ടത്. എന്ത്? എല്ലാം നിനക്കറിയാലോ. ഈ റോഡിൽ ബെസ്റ്റ് ട്രൈക്കാ. ഒന്നാ ജംഗ്ഷൻ വരെ. ജംഗ്ഷൻ വരെ എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്ററാ. എന്താ ബായി, ബസ്സിലെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ സ്ത്രീകൾക്ക് ഞാൻ ലിഫ്റ്റ് കൊടുക്കാറില്ല. ഏതായാലും കേറ്. ഓ താങ്ക് യു. ഹോ, വെറുതെ അല്ല. എന്താ പെട്രോൾ ഇല്ലേ? പെട്രോളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ ബൈക്കിൽ ആദ്യമായിട്ടാ ഒരു സ്ത്രീ സ്പർശിക്കുന്നത്. ഒരു സ്ത്രീ സ്പർശിയേൽക്കാത്ത ബൈക്കും ബൈക്കുകാരനും ഞാൻ പോണു. ഇയാള് പോവാതെ. ഓ, ഇവിടെ എവിടെയെങ്കിലും ഒരു വർക്ക്ഷോപ്പ് കാണും, ഞാൻ കൊണ്ടുവിടാന്നേ. നിക്കടോ, ഒന്ന് സഹായിക്കും പെങ്ങളെ. ഇയാൾ കയറിയപ്പോഴെ എന്റെ വണ്ടി കേടായത്. ദൈവം പൊറക്കില്ലാട്ടോ. ഒരു കംപ്ലൈന്റും ഇല്ലാത്ത ബൈക്ക് തള്ളി നടന്നത് അര ദിവസം. കള്ളൻ, നിന്റെ അടവായിൽ നിന്ന് പിന്നെയല്ലേ മനസ്സിലായത്. ഓർക്കുമ്പോ എല്ലാവരും സ്വപ്നം പോലെ തോന്നുന്നു. പക്ഷേ ഇന്നിപ്പോ സജിയാ. ഹലോ സജി, എല്ലാം ഓക്കെ അല്ലേ? ഞങ്ങള് റെഡി. വണ്ടിയായിട്ട് പോരെ? ഇല്ല, ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഓക്കെ, രജിസ്റ്റർ ഓഫീസിൽ എല്ലാം റെഡി. സജി ഇപ്പൊ വണ്ടിയായിട്ട് എത്തും. നമുക്ക് റെഡിയാവാം. പതുക്കെ. അയ്യോ, സൂക്ഷിച്ച. എന്താടാ? നൊന്തോ?
സാരമില്ല സാരമില്ല കേട്ടോ. അഖിൽ അഖിൽ എണീക്കടാ, നമ്മുടെ കല്യാണമല്ലേ ഇന്ന്. അഖിൽ എന്താടാ? എന്തിനാ മോളെ നീ ഈ ത്യാഗം ചെയ്യുന്നത്? നിവർന്നൊന്ന് നിൽക്കാൻ പോലും ഈ ആയുസ് കഴിയുമെന്ന് ഉറപ്പില്ലാത്ത എന്നെ നിനക്ക് വേണ്ട മോളെ. എന്നെ സ്നേഹിച്ചതിന്റെ പേരിൽ എന്റെ ചേട്ടൻ നിന്നോട് ചെയ്തതിന് പ്രായശ്ചിത്തം ചെയ്യുക മാത്രമല്ല, I want to live with you at any cost. ഇത്ര പെട്ടെന്നോ? ദാ വണ്ടി വന്നു. ഈശ്വര രക്ഷിക്കണേ. മീര, ഏതാ പയ്യൻ? ആ സൂക്ഷിച്ചേ. മീരെ, ആരേത്? എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചു സജിയുടെ കൂടെ വന്നാണെന്ന്. ആരാ നീ? പറ മോനെ, മോനിവിടെ ഉണ്ടായിരുന്നോ? കണ്ടതൊന്നും ഞാൻ ആരോടും പറയില്ല. പോവാ. പപ്പയും മമ്മയും എന്നോട് ക്ഷമിക്കണം. പക്ഷെ സത്യം പറയുമ്പോൾ നിങ്ങൾ ഞെട്ടും. അത്ര ക്രൂരമായാണ് ഗോപു സാർ ഇന്നലെ എന്നോട് പെരുമാറിയത്. ഒരു അധ്യാപകൻ ചെയ്യാൻ പാടുള്ളതാണോ അത്? വിവരങ്ങളെല്ലാം വിവേകിനറിയാം. അവരാളത്ര ശരിയൊന്നുമല്ല. ഇതെന്നെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. എൻ്റെ പാരൻസ് എന്ന നിലയിൽ സമൂഹമധ്യേ നിങ്ങളും നാളെ അവമാനിക്കപ്പെടും. അവമാനിക്കപ്പെടുന്ന എണ്ണമറ്റ കുരുതുകൾക്ക് വേണ്ടി എൻ്റെ ജീവൻ ഞാൻ ത്യജിക്കുന്നു. Ah.